All welcome back. EET 283 Introduction to Power Engineering fourth module first lecture series ആണ്. അത് ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ, അതായത് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ ലെക്ചറിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ തേർഡ് മൊഡ്യൂൾ കഴിഞ്ഞു. അപ്പോൾ ഫോർത്ത് മൊഡ്യൂളിലെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്, അതിൽ നമ്മൾക്ക് കോൺസ്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഇൻട്രൊഡക്ഷനിൽ നോക്കാണ്ട്, പിന്നെ നമുക്ക് പറയുന്നത് ഇൻഡക്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ, കപ്പാസിറ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. അത് സിംഗിൾ ഫേസ് ഉണ്ട്, 3 ഫേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ആദ്യം കോൺസ്റ്റൻസ് എന്താ നോക്കും. ഈ ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കുറച്ച് പ്രിലിമിനറി കാര്യങ്ങൾ അറിയാണ്ട് അതും കൂടി നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ 3 വയർ ഓവർ ഹെഡ് ലൈന്. നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മളുടെ ഇതിലൊക്കെ ഇങ്ങനെ ലൈന് പോകുന്നത് 3 ഫേസ് 3 വയർ ഓവർ ഹെഡ് ലൈനുണ്ട്, 3 ഫേസ് 4 വയർ ഓവർ ഹെഡ് ലൈനുണ്ട്. അപ്പോൾ അതിൽ ഈ 3 ഫേസ് 3 വയർ ഓവർ ഹെഡ് ലൈനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നോർമലി ട്രാൻസ്മിറ്റ് ചെയ്യുക. AC ട്രാൻസ്മിഷൻ ലൈൻ ഹാസ് എന്തൊക്കെയുണ്ട്, അവിടെ AC ട്രാൻസ്മിഷൻ ലൈനിന് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് അലോങ് ഇറ്റ്സ് ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അതെന്താണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് അലോങ് ഇറ്റ്സ് ലെങ്ത് ആണ്. അതാണ് എത്ര നേരം അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടോ അത്ര ഫുൾ ലെങ്ത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതിനാണ് നമ്മൾ പറയാം കോൺസ്റ്റൻസ് ഓർ പാരാമീറ്റേഴ്സ് ഓഫ് ദ ലൈൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്താണ് കോൺസ്റ്റൻസ് ഓർ പാരാമീറ്റേഴ്സ് ഓഫ് ദ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് ഇറ്റ്സ് ലെങ്ത് ഇപ്പോൾ എൻ AC ട്രാൻസ്മിഷൻ ടൈമിൽ. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. ഇനി ദ പെർഫോമൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ ഡിപ്പെൻഡ്സ് ടു എ കൺസിഡറബിൾ എക്സ്റ്റെൻറ്റ് അപ്പോൺ ദെയർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കോൺസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫോർ ഇൻസ്റ്റൻസ് ദീസ് കോൺസ്റ്റൻസ് ഡിറ്റർമൈൻ വെദർ ദ എഫിഷ്യൻസി ആൻഡ് വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് ദ ലൈൻ വിൽ ബി ഗുഡ് ആസ് ഓർ പുവർ. അപ്പോൾ ഇതാണ് പറയുക, റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് ഇതാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ എഫിഷ്യൻസി എന്താണ്, വോൾട്ടേജ് റെഗുലേഷൻ എന്താണ്, അത് നല്ലതാണോ മോശമാണോ എന്നൊക്കെ ഉള്ളത്. ദെർഫോർ എ സൗണ്ട് കൺസെപ്റ്റ്, അതുകൊണ്ടാണ് നമുക്ക് എന്ത് വേണ്ടത്, ഒരു നല്ലൊരു കൺസെപ്റ്റ് ഇതിൽ വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പവർ സിസ്റ്റം എടുക്കുന്നുണ്ട്, അതിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിക്കിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ മൊഡ്യൂൾ 2 എന്ന് കാണും, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് മൊഡ്യൂൾ 4 ഫസ്റ്റ് ഏരിയ. ഓക്കെ, നൗ കോൺസ്റ്റൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ. ഒരു ലൈന്, അതിന് നമ്മൾ ഒരു ന്യൂട്രലും ഒരു ഫേസും ന്യൂട്രലും അങ്ങനെയുള്ള ഒരു ലൈന്, ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈന് കൺസിഡർ ചെയ്യാം. നമ്മൾ സിംഗിൾ ഫേസ് AC സർക്യൂട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, പുതിയ ലാറ്ററൻറ്റിക്കാർക്കും ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് വിചാരിക്കുക. അതായത് നമ്മളിവിടെ ഒരു ജനറേറ്റഡ് സപ്ലൈ ജനറേഷൻ നടത്തി അവിടുന്ന് ലൈൻ അയക്കും. എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ റിട്ടേൺ പാത്തും കൂടി വന്നാലേ അത് കണ്ടിന്യൂ എന്താവുള്ളൂ, നമ്മളുടെ ഫുള്ളി ക്ലോസ്ഡ് ലൂപ്പ് ആവുള്ളൂ. ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ടിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഈ ZL എന്ന് പറയുന്നത് നമ്മൾ ലോഡാണ് പറയുന്നത്. ജസ്റ്റ് ഫോർ എ കൺസ്യൂമർ കൺസിഡർ ചെയ്യുക, ഒരു ഹൗസിൻ്റെ കൺസ്യൂമർ കൺസിഡർ ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ ഇവിടം വരെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഈ ഏരിയയാണ് റിസീവിങ് എൻഡ്, അതിന് നമ്മൾ VR എന്ന് പറയും. ഇതാണ് സെൻഡിങ് എൻഡ്, അതിന് VS. അതായത് S സ്റ്റാൻഡ് ഫോർ സെൻഡിങ് ആൻഡ് R സ്റ്റാൻഡ്സ് ഫോർ റിസീവിങ്. അപ്പോൾ നമ്മൾ പറയാണ് ത്രൂ ഔട്ട് R1 കുറേ റെസിസ്റ്റേഴ്സ് ഉണ്ടാവും എവിടെ ഇത്, അപ്പോൾ അതിൻ്റെ പേര് R1, R2, R3. അതേപോലെ ഇൻഡക്റ്റർ എഫക്റ്റ് ഉണ്ടാവും, L1, L2, L3 ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെ എല്ലാ ആറിനെയും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സിഗ്മ R എന്ന് പറഞ്ഞു, എല്ലാ Lനെയും കൂടിയിട്ട് സിഗ്മ L എന്ന് പറഞ്ഞു. അതാണ് ഈ കാണുന്നത്. ഇതാണ് കോൺസ്റ്റൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഒരു പാർട്ട്. ഓക്കെ, കപ്പാസിറ്റൻസും കൂടി ഉണ്ട്, അത് ഇതിൽ കാണിച്ചിട്ടില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് കാണിക്കാം. ഓക്കെ, എ ട്രാൻസ്മിഷൻ ലൈൻ ഹാസ് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് ദ whole length of the line. Next, resistance. എന്താ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഒപ്പോസിഷൻ ഓഫ് ലൈൻ കണ്ടക്ടേഴ്സ് ടു കറണ്ട് ഫ്ലോനെ ഒപ്പോസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ റെസിസ്റ്റൻസ് ഡിസ്ട്രിബ്യൂട്ടഡ്ലി അലോങ് നമ്മൾ പറഞ്ഞു ഹോൾ ലെങ്ത് ഓഫ് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, സിഗ്മ R എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. നെക്സ്റ്റ് വണ് ഇൻഡക്റ്റൻസ്. When an alternating current flows through a conductor, ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ എ ചേഞ്ചിങ് ഫ്ലക്സ് ഈസ് സെറ്റപ്പ് വിച്ച് ലിങ്ക്സ് ദ കണ്ടക്ടർ. ഒരു ഫ്ലക്സിലുള്ള ചേഞ്ച് ഉണ്ടാവും, അതെന്ത് ചെയ്യും, കണ്ടക്ടറിനെ ലിങ്ക് ചെയ്യും.
ഡ്യൂ ടു ദീസ് ഫ്ലക്സ് ലിങ്കേജസ്, ഈ ഫ്ലക്സ് ലിങ്കേജസ് കാരണം ദ കണ്ടക്ടർ പൊസസ്സസ് ഇൻഡക്റ്റൻസ്, അതുകൊണ്ട് അവിടെ നിന്നുണ്ടാവും ഒരു ഇൻഡക്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാക്കുക, ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, നമ്മൾ ലാറ്റൻറ്റിക്കാർ ശരിക്കും ശ്രദ്ധിക്കുക, ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒരു കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ, ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവും, ചേഞ്ചിങ് ഫ്ലക്സ് ഉണ്ടാവും, കാരണം ഓൾട്ടർനേറ്റിംഗ് അല്ല, അതുകൊണ്ട് ചേഞ്ചിങ് ഫ്ലക്സ് ഉണ്ടാവും. ഇതെന്ത് ചെയ്യും, ഈ കണ്ടക്ടറിനെ, ഈ എന്താണ് പറയുക, കണ്ടക്ടറിനെ എന്ത് ചെയ്യും, ലിങ്ക് ചെയ്യും. അങ്ങനെ ലിങ്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു ഇൻഡക്റ്റൻസ് ഉണ്ടാവും. അതിനാണ് ഇൻഡക്റ്റൻസ് പറയാം. മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫ്ലക്സ് ലിങ്കേജസ് പെർ ആംബിയർ, ഓർ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് L is equal to psi by A, where psi is the flux linkages in Weber and I is the current in amperes. Okay. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഫുള്ളൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ നടക്കില്ല. ഇൻഡക്റ്റൻസ് ഇസ് ഈക്വൽ ടു L is equal to psi by I, or psi is the flux linkage and I is the current in ampere. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇൻഡക്റ്റൻസ്, ഓക്കെ, ഇൻഡക്റ്റൻസ് ഇതേപോലെ നേരത്തെ റെസിസ്റ്റൻസ് പോലെ നമ്മൾ L1 L2 L3 എന്നുള്ളതൊക്കെ എന്താണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അത് ഒറ്റ ഇതായിട്ട് നമ്മൾ ഷോ ചെയ്യുള്ളൂ. ഇനി നമ്മൾ ജസ്റ്റ് ഒരു കാര്യം നോട്ട് ചെയ്ത് നോക്കുക. ദ ടു പാരലൽ കണ്ടക്ടേഴ്സ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ ഫോം എ റെക്റ്റാങ്കുലർ ലൂപ്പ് ഓഫ് 1 ടേൺ. അതായത് രണ്ട് പാരലൽ ആയിട്ടുള്ള കണ്ടക്ടേഴ്സ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നേരത്തെ നമ്മൾ വരച്ചില്ലേ, ഇത് രണ്ട് പാരലൽ ആയിട്ടുള്ള കണ്ടക്ടേഴ്സാണ് അല്ലേ. അത് എന്താണ്, ഇവിടെ നമ്മളുടെ റിസീവിങ് എൻഡ്, നമ്മളുടെ വീട്, ഇവിടെ എന്താണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്താ പറയുക, ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ് പറയാം. ഒരു ലൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ക്ലോസ്ഡ് പാത്തിനെയാണ് പറയുന്നത് റെക്റ്റാങ്കുലർ ലൂപ്പ് പറയാം. ഓക്കെ, അങ്ങനെയുള്ളൊരു റെക്റ്റാങ്കുലർ ലൂപ്പിൽ ഡെഫിനറ്റ് ആയിട്ട് അവിടെ നിന്നുണ്ടാവും ഇൻഡക്റ്റൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡക്റ്റൻസ് എന്തായാലും നമ്മൾ നോക്കിയേ പറ്റൂ. ഇനി എന്താണ് കപ്പാസിറ്റൻസ്? കപ്പാസിറ്റൻസ് നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഫസ്റ്റ് ഇയറിലുള്ളവർ പഠിച്ചിട്ടുണ്ടാവും. ലാറ്ററിൻ്റെ കാര്യം ഞാൻ ചോദിച്ചത്. കപ്പാസിറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് കണ്ടക്ടർ, ഒരു ഇൻസുലേറ്ററായിട്ട്, ഇത് ഇൻസുലേറ്റർ ആയിരിക്കും, ഇതെന്തായിരിക്കും, ഈ രണ്ട് പ്ലേറ്റ്സ് ഇത് രണ്ടും എന്തായിരിക്കും, കണ്ടക്ടറായിരിക്കും. അപ്പോൾ രണ്ട് കണ്ടക്ടർ ഒരു ഇൻസുലേറ്ററായിട്ട് സെപ്പറേറ്റ് ചെയ്ത ഒരു സാധനത്തിനാണ് നമ്മളെന്താ പറയുക, ഒരു മെറ്റീരിയലിനാണ്, ഒരു ഇതിനാണ് നമ്മൾ പറയുന്നത് ഇൻസുലേറ്റർ എന്ന് പറയാം, അല്ല സോറി കപ്പാസിറ്റർ എന്ന് പറയാം. അപ്പോൾ ഈ ഇൻസുലേറ്റർ നമുക്ക് എന്താവാം, പല ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആവാം. അതിൽ ഒരെണ്ണമാണ് എയർ. അപ്പോൾ നമ്മളുടെ കണ്ടക്ടർ ഇതാ ഇങ്ങനെ രണ്ട് കണ്ടക്ടർ ഉണ്ട് അല്ലേ, ഇങ്ങനെ രണ്ട് കണ്ടക്ടർ ഉണ്ട് എന്നല്ലേ പറയുക. അതായത് ഇത് കറണ്ട് പോണതും ഇത് റിട്ടേൺ പാത്തും അല്ലേ. അപ്പോൾ ഈ രണ്ട് കണ്ടക്ടർ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ശരിക്കും കപ്പാസിറ്റൻസ് ആക്ടിവിറ്റി ചെയ്തു. കാരണം ഇതെന്താണ്, ദിസ് ഈസ് എയർ, ദിസ് ഈസ് ടു കണ്ടക്ടർ, സോ ഇറ്റ് ആക്ട്സ് ലൈക്ക് ദിസ്. ഓക്കെ, അതാണ് കപ്പാസിറ്ററായിട്ട് ഇതിലെങ്ങനെ വരുന്നത് എന്നുള്ളത് പറയണത്. ഇനി കപ്പാസിറ്റൻസ് എന്താ? കപ്പാസിറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ടക്ടേഴ്സ് ഒരു ഇൻസുലേറ്ററായിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് കപ്പാസിറ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഇൻസുലേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ എയർ ആയിട്ടുള്ള മീഡിയം ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കി, നിങ്ങൾ എനി ടു കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ എൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പാസിറ്റർ. As any two conductors of an overhead transmission line is separated by air which acts as an insulation, therefore capacitance exists between any two overhead line. അതായത് നിങ്ങളുടെ ഓവർഹെഡ് ലൈൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്താണ്, എയർ ആണ് അല്ലേ, ഇതെന്താണ് കണ്ടക്ടേഴ്സ് അല്ലേ. അപ്പോൾ ഇത് ശരിക്കും എന്താണ്, ഇതിൻ്റെ ഇടയിൽ കപ്പാസിറ്റൻസ്, ഒരു ഓവർഹെഡ് ലൈനിൽ കപ്പാസിറ്റൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C is equal to Q by V farad, where Q is the charge on the line in coulomb, and V is the potential difference between the conductors in volts. നേരത്തെ പറഞ്ഞ പോലെ the capacitance is uniformly distributed along the whole length of the line and may be regarded as a uniform series capacitance. അപ്പോൾ കപ്പാസിറ്റൻസ് ഇങ്ങനെ എല്ലാറ്റിനെയും ഒറ്റൊരു സമ്മേഷനായിട്ട് നമ്മൾ ഒരു C ആയിട്ട് എടുക്കും, നേരത്തെ ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും പറഞ്ഞ പോലെ. ഓക്കെ, ഇനി പറയണം, when an alternating voltage is impressed on a transmission line, the charge on the conductors at any point increases and decreases with the increase and decrease of the instantaneous value of the voltage between the conductors
അറ്റ് ദാറ്റ് പോയിൻറ്റ്. അതായത് ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണല്ലേ. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്താണ്? ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യും? കപ്പാസിറ്റൻസ് ചാർജ് ചെയ്യും, അതുപോലെ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഇൻക്രീസ് ചെയ്യുന്നതിനാണ് ചാർജിങ് കറണ്ട് നമ്മൾ പറയുക. ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിസ്ചാർജിങ് കറണ്ട് പറയും. ഓക്കെ, ദിസ് ചാർജിങ് കറണ്ട് ഫ്ലോസ് ഇൻ ദ ലൈൻ ഈവൻ വെൻ ഇറ്റ് ഈസ് ഓപ്പൺ സർക്യൂട്ടഡ്. ഇനി ഇത് ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലോ ഈ ചാർജിങ് കറണ്ട് ഫ്ലോ ചെയ്യും. സപ്ലൈയിങ് നോ ലോഡില്ലാത്ത സമയത്ത്. അപ്പോൾ നമ്മൾ ഈ ചാർജ് ചെയ്യും, അതെന്ത് ചെയ്യും? നമ്മളുടെ ഇതിലോട്ട് ഡിസ്ചാർജ് ചെയ്യും. ഇറ്റ് എഫക്ട്സ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അലോങ് ദ ലൈൻ ആസ് വെൽ ആസ് ദ എഫിഷ്യൻസി ആൻഡ് പവർ ഫാക്ടർ ഓഫ് ദ ലൈൻ. ഇത് വോൾട്ടേജ് ഡ്രോപ്പും എഫിഷ്യൻസി അതുപോലെ പവർ ഫാക്ടർ ഓഫ് ദ ലൈനിന് എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ. നമ്മൾ പറഞ്ഞതാണ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? ഒരു ഒപ്പോസ് ഉണ്ടാവുന്നതാണ് ട്രാൻസ്മിഷൻ ലൈനിൽ അല്ലേ. The resistance of a transmission line conductors is the most important cause of power loss in a transmission line. Important power loss ആണ്. പവർ കുറയാനുള്ള ഏറ്റവും വലിയ ഒരാളാണ് അത് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ആർ ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ, വേർ റോ ഇസ് ദ റെസിസ്റ്റിവിറ്റി, എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഏരിയ എ ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇത്രയാണ് നിങ്ങൾ റെസിസ്റ്റൻസിനെ കുറിച്ച് പഠിച്ചാൽ മതി. പക്ഷേ ഞാൻ ജസ്റ്റ് ഈ കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞുതരാം, വെറുതെ വേണ്ടവർക്കൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി. ദ വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് മെറ്റാലിക് കണ്ടക്ടേഴ്സ് വിത്ത് ടെമ്പറേച്ചർ ഈസ് പ്രാക്ടിക്കലി ലീനിയർ ഓവർ ദ നോർമൽ റേഞ്ച് ഓഫ് ഓപ്പറേഷൻ. ഒരു നോർമൽ റേഞ്ച് ഓഫ് ഓപ്പറേഷനിൽ വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഒരു മെറ്റാലിക് കണ്ടക്ടറിൽ പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചറിന് പ്രാക്ടിക്കലി ലീനിയർ ആണ്. സപ്പോസ് R1 ആൻഡ് R2 ആർ ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. അതായത് രണ്ട് ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യുക. ഒരു T1 ഡിഗ്രി സെൽഷ്യസും ഒരു T2 ഡിഗ്രി സെൽഷ്യസും കൺസിഡർ ചെയ്യാം. അപ്പോൾ T1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ലോവർ ടെമ്പറേച്ചറും T2 ആണ് എന്താണ്? ഹയർ ടെമ്പറേച്ചറായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ T2 ഗ്രേറ്റർ ദാൻ T1, അതാണ് പറഞ്ഞത്, T2 ഗ്രേറ്റർ ദാൻ T1. അപ്പോൾ T1ൽ R1 റെസിസ്റ്റൻസ് ആയിരിക്കും, T2ൽ R2 ആയിരിക്കും റെസിസ്റ്റൻസ്. ഇഫ് α1 ഈസ് ദ ടെമ്പറേച്ചർ, ഒരു α1 എന്നൊരു ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ R2 ഈസ് ഇക്വൽ ടു R1 ഇൻറ്റു 1 പ്ലസ് α1 ഇൻറ്റു T2 മൈനസ് T1, ഓർ α1 ഈസ് ഇക്വൽ ടു α0 പ്ലസ് 1 ബൈ α0 ബൈ 1 പ്ലസ് α0 T, വേർ α0 ഈസ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആയിട്ട് 0 ഡിഗ്രി സെൽഷ്യസ്. ഇതതിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റിനെ കുറിച്ച് പറഞ്ഞാണ്. ഇതിനെക്കുറിച്ച് ഒരു പ്രോബ്ലം ചോദിക്കില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഈ നോട്ടിലുള്ളതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ ആ റെസിസ്റ്റൻസിൻ്റെ അതുവരെ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ഇൻ എ സിംഗിൾ ഫേസ് ഓർ ടു വയർ ഡി സി ലൈൻ ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ ഡബിൾ ദ റെസിസ്റ്റൻസ് ഓഫ് ഈതർ കണ്ടക്ടേഴ്സ്. ഒരു സിംഗിൾ ഫേസ് ടു വയർ ഡി സി ലൈൻ ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ലൂപ്പ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 2R ആണ്. ഓക്കെ, ഒരു കണ്ടക്ടർ രണ്ട് കണ്ടക്ടർ ഇല്ല, അതുകൊണ്ട് 2R വരും. ഇൻ കേസ് ഓഫ് എ ത്രീ ഫേസ് ട്രാൻസ്മിഷൻ ലൈൻ ദ റെസിസ്റ്റൻസ് പെർ ഫേസ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് വൺ കണ്ടക്ടർ. അപ്പോൾ ത്രീ ഫേസ് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ 3 കണ്ടക്ടറും കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് റെസിസ്റ്റൻസ് പെർ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി സ്കിൻ എഫക്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ജസ്റ്റ് ചോദിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക. ഒരു കണ്ടക്ടറിൽ കൂടെ സ്റ്റഡി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കറണ്ട് എന്താണ്? യൂണിഫോംലി എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പക്ഷേ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് പോണതെന്ന് വിചാരിക്കാം. അങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും വെച്ചാൽ അവിടെ ഈ കണ്ടക്ടറിൻ്റെ സർഫസിൽ എന്ത് ചെയ്യാൻ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, അതായത് ഫ്ലോ ഓഫ് കറണ്ട് ഫ്ലോ എന്ത് ചെയ്യും? കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും, അതായത് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ശ്രമിക്കാതെ. അതിനാണ് നമ്മൾ എന്ത് പറയുക? സ്കിൻ എഫക്റ്റ് പറയാം. ദ ടെൻഡൻസി ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ടു കോൺസെൻട്രേറ്റ് നിയർ ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ ഈസ് നോൺ ആസ് സ്കിൻ എഫക്റ്റ്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഈ ടെൻഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്കിൻ എഫക്റ്റ് പറയാം. ഡ്യൂ ടു സ്കിൻ എഫക്റ്റ് ദ എഫക്റ്റീവ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ ത്രൂ വിച്ച് കറണ്ട് ഫ്ലോസ് ഈസ് റെഡ്യൂസ്ഡ്. അപ്പം നമ്മൾ ഒന്ന് നോക്കി നോക്കിയേ, ഇങ്ങനെയുള്ള കണ്ടക്ടറിൽ ഇവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇത്ര ഏരിയയും കുറഞ്ഞു അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് എഫക്റ്റീവ് ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. കോൺസിക്വൻ്റ്ലി ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഇസ് സ്ലൈറ്റ്ലി ഇൻക്രീസ്ഡ് വെൻ ക്യാരിയിങ് ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ കോസ് ഓഫ് സ്കിൻ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ എ സോളിഡ് കണ്ടക്ടർ മേ ബി തോട്ട് ടു ബി കൺസിസ്റ്റിംഗ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് സ്ട്രാൻഡ്സ്. അപ്പോൾ ഒരു സോളിഡ് കണ്ടക്ടർ പറഞ്ഞാൽ ജസ്റ്റ് ഒരു സോളിഡ് കണ്ടക്ടർ ആയിരിക്കില്ല, കുറേ സ്ട്രാൻഡ്സ്, നമ്മൾ മുടിയിഴകൾ പോലെ ആയിരിക്കും അതിനുണ്ടാവുക. സ്ട്രാൻഡ്സ് ഓഫ് കണ്ടക്ടേഴ്സ് ആയിരിക്കും. ഈച്ച് ക്യാരിങ് എ സ്മാൾ പോർട്ട് ഓഫ് ദ കറണ്ട്, ഓരോന്നിലും സ്മാൾ പോർഷൻ ഓഫ് ദ കറണ്ട് ഉണ്ടാവും. ദ ഇൻഡക്ടൻസ് ഓഫ് ഈച്ച് സ്ട്രാൻഡ് വിൽ വേരി അക്കോർഡിംഗ് ടു ഇറ്റ്സ് പൊസിഷൻ. ഈ സ്ട്രാൻഡിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഇൻഡക്ടൻസ് വേരി ചെയ്യും. ദസ് ദ സ്ട്രാൻഡ്സ് നിയർ ദ സെൻറ്റർ, അതായത് ആർ സറൗണ്ടഡ് ബൈ എ ഗ്രേറ്റർ മാഗ്നിഫ്ലക്സ്. സെൻറ്ററിൽ ഉള്ള സ്ട്രാൻഡ്സിനാണ് ഗ്രേറ്റർ മാഗ്നിഫ്ലക്സ് ആൻഡ് ഹാൻസ് ഹാവ് ലാർജർ ഇൻഡക്ടൻസ് ദാൻ ദാറ്റ് നിയർ ദ സർഫസ്. സർഫസിനെക്കാട്ടും ഇൻസൈഡ്, ഇപ്പോൾ ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള സ്ട്രാൻഡ്സിനെക്കാട്ടും ഇൻസൈഡിൽ എന്തായിരിക്കും? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യുക? കൂടുതലുണ്ടാവുക. ഓക്കെ,
and hence have larger inductance than near the surface. The high reactance of inner strands causes the alternating current to flow near the surface. അപ്പോൾ ഈ ഇൻഡക്റ്റൻസ് കൂടുന്നത് കൊണ്ട് തന്നെ റിയാക്റ്റൻസ് എന്ത് ചെയ്യും, കൂടുതൽ എന്തുണ്ടാവും, ഇന്നർ സ്ട്രാൻഡ്സിലുണ്ടാവും. അതുകൊണ്ടാണ് ഔട്ടർ സർഫസിൽ കൂടെ എന്ത് ചെയ്യണത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ദ സ്കിൻ എഫക്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. എന്തൊക്കെ? നാച്ചർ ഓഫ് മെറ്റീരിയൽ, ഡയമീറ്റർ ഓഫ് വയർ. അതായത് ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, സ്കിൻ എഫക്റ്റ് ഇൻക്രീസ് വിത്ത് ദ ഡയമീറ്റർ ഓഫ് ദ വയർ. ഫ്രീക്വൻസി ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി. സ്കിൻ എഫക്റ്റ് കൂടും എപ്പോൾ ഫ്രീക്വൻസി കൂടുമ്പോൾ. ഷേപ്പ് ഓഫ് വയർ ലെസ് ഫോർ സ്റ്റാൻഡേർഡ് കണ്ടക്ടർ ദാൻ സോളിഡ് കണ്ടക്ടർ. ഇതിൻ്റെ ഷേപ്പ്, അതായത് സ്റ്റാൻഡേർഡ് കണ്ടക്ടറിന് എന്തായിരിക്കും, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കണ്ടക്ടറിന് നമ്മളുടെ സ്കിൻ എഫക്റ്റ് കുറവായിരിക്കും. പക്ഷേ സോളിഡ് ആയിട്ടുള്ള കണ്ടക്ടറിന് എന്താണ്, സ്കിൻ എഫക്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻഡക്റ്റൻസ്, നെക്സ്റ്റ് ടോപ്പിക് ഇൻഡക്റ്റൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതിൽ എന്താണ് പറയുക, ഫ്ലെക്സ് ലിങ്കേജസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൻ്റെ ബേസിക് നമ്മൾ ഇതിലൊന്ന് നോക്കണം. അപ്പോൾ ഫ്ലെക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഫ്ലക്സ് കാരണം കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫ്ലക്സ് കാരണം കൊണ്ടുണ്ടാവും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതേപോലെ ഫ്ലെക്സ് ലിങ്കേജസ് ഇൻ പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ ആ മൂന്ന് ചെറിയൊരു ടോപ്പിക്കും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നോക്കും. അപ്പോൾ ഇൻഡക്റ്റൻസ് ഓഫ് എ സർക്യൂട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫ്ലക്സ് ലിങ്കേജസ് പെർ യൂണിറ്റ് കറണ്ട്. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സർക്യൂട്ടിൻ്റെ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ലിങ്കേജസ് പെർ യൂണിറ്റ് കറണ്ടിനെയാണ് നമ്മൾ എന്താ പറയുക, ഫ്ലക്സ് ലിങ്കേജസ് എന്ന് പറയും. Therefore, in order to find the inductance of a circuit, the determination of flux linkages is of primary importance. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഫ്ലക്സ് ലിങ്കേജസ് നമ്മൾ ആദ്യം ഡിറ്റർമിൻ ചെയ്ത് വെക്കണം. ദ ടു ഇമ്പോർട്ടൻറ്റ് കേസസ് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഫ്ലക്സ് ലിങ്കേജസ് ഡ്യൂ ടു എ സിംഗിൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറും, പിന്നെന്താണ് ഫ്ലക്സ് ലിങ്കേജസ് ഇൻ പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. അതിൽ ഫസ്റ്റ് ഫ്ലക്സ് ലിങ്കേജസ് ഡ്യൂ ടു എ സിംഗിൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നോക്കാം. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന രണ്ട് കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ഫ്ലക്സും എക്സ്റ്റേണൽ ഫ്ലക്സ് കാരണം കൊണ്ട് ഉണ്ടാവും. കൺസിഡർ എ ലോങ് സ്ട്രെയിറ്റ് സിലിണ്ട്രിക്കൽ കണ്ടക്ടർ ഓഫ് റേഡിയസ് 6 മീറ്റേഴ്സ്. അതായത് ഇങ്ങനെയുള്ള റേഡിയസ് 6 മീറ്റർ കൺസിഡർ ചെയ്യാം. ആൻഡ് ക്യാരിയിങ് എ കറണ്ട്, അതിൽ I amps എന്നുള്ളൊരു ക്യാരിയിങ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് വരും. ദിസ് കറണ്ട് വിൽ സെറ്റപ്പ് എ മാഗ്നറ്റിക് ഫീൽഡ്. ആ കറണ്ട് എന്ത് ചെയ്യും, ആ കണ്ടക്ടറിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ എക്സിസ്റ്റ് ഇൻസൈഡ് ദ കണ്ടക്ടർ ആസ് വെൽ ആസ് ഔട്ട്സൈഡ് ദ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിലും അതുപോലെ പുറത്തും എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ബോത്ത് ദീസ് ഫ്ലക്സ് വിൽ കോൺട്രിബ്യൂട്ട് ടു ദ ഇൻഡക്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. അപ്പം ഇൻസൈഡിലുള്ള ഫ്ലക്സ് ലിങ്കേജും അതേപോലെ ഔട്ട്സൈഡിലുള്ള മാഗ്നറ്റിക് ലൈൻസ്, ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സും കാരണമുണ്ട്. ഇൻസൈഡിലുള്ള മാഗ്നറ്റിക് ലൈൻസും ഔട്ട്സൈഡിലുള്ള മാഗ്നറ്റിക് ലൈൻസും എന്ത് ചെയ്യും, ഈ രണ്ട് ഫ്ലക്സും എന്ത് ചെയ്യും, നമുക്ക് ഇൻഡക്റ്റൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു കണ്ടക്ടർ ലെങ്ത്തിൽ I എന്നുള്ള കറണ്ട് ഇതിനെ പോവും, അതിൻ്റെ റേഡിയസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് R. ഓക്കെ, അപ്പോൾ ഇത് ഇൻസൈഡിലും ഫ്ലക്സ് ഉണ്ട്, പുറത്തും ഫ്ലക്സ് ഉണ്ട് എന്നാണ്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ dx എന്നുള്ള ഒരു എക്സ് ഡിസ്റ്റൻസിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഇൻഡക്റ്റൻസ് ത്രൂ ഔട്ട് ഇതിൻ്റെ ഏരിയ നമ്മൾ കാണും. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നൗ ഫ്ലക്സ് ലിങ്കേജസ് ഡ്യൂ ടു എ സിംഗിൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, കൺസിഡർ എ ലോങ് സ്ട്രെയിറ്റ് ലൈൻ, സ്ട്രെയിറ്റ് കണ്ടക്ടർ ഓഫ് റേഡിയസ് 6 മീറ്റർ. അത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫ്ലക്സ് ഡ്യൂ ടു ഇൻറ്റേർണൽ ഫ്ലക്സ് കാരണം കൊണ്ടാണ്. റെഫറിങ് ദ ഫിഗർ 2, ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ ഈസ് മാഗ്നിഫൈഡ്. ഈ ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യുന്നുണ്ടോ, ഒന്ന് മാഗ്നിഫൈ ചെയ്തിട്ടുണ്ട് ക്ലാരിറ്റിക്ക് വേണ്ടി. അപ്പോൾ അക്കോർഡിംഗ് ടു ആംബിയേഴ്സ് ലോ, MMF, ദാറ്റ് ഈസ് MMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കുക, MMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആംബിയർ ടേൺസ് ആണ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബിയർ, N എന്ന് പറഞ്ഞാൽ ടേൺസ്. MMF ഈസ് ആംബിയർ ടേൺസ്. ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ആംബിയർ ടേൺസ് പഠിച്ചു. അക്കോർഡിംഗ് ടു ആംബിയേഴ്സ് ലോ, ദ MMF around any closed path is equal to the current enclosed by the path. ഓക്കെ, അപ്പോൾ MMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബിയർ ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് പാത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു എന്താണ്, കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്താണ്. അപ്പോൾ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത് IX ആണെങ്കിൽ വാട്ട് വിൽ ബി MMF? കറണ്ട് എൻക്ലോസ്ഡ് ബൈ പാത്ത് IX ആണെങ്കിൽ, നമ്മൾ ആ IX അവിടെ ഇത് വരച്ചു വെച്ചാൽ IX ആണെങ്കിൽ MMF എന്താണ്, HX ഇൻറ്റു 2IX ആണ്. രണ്ട് കണ്ടക്ടർ ഉണ്ട് അല്ലേ. അപ്പോൾ HX ഇൻറ്റു 2IX, XS ഇൻറ്റു 2πX ആണ്. അതായത് MMF ഈസിക്കൽ ടു കറണ്ട് എൻക്ലോസ്ഡ് ബൈ പാത്ത് IX ഈസിക്കൽ ടു MMF ഈസിക്കൽ ടു കറണ്ട് എൻക്ലോസ്ഡ് ബൈ പാത്ത്
ഈസ് ഐ എക്സ്. കറണ്ട് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഐ എക്സ് ആണ്. അപ്പോൾ എം എം എഫ് എന്ന് പറഞ്ഞാൽ എച്ച് എക്സ് ഇൻറ്റു 2πx ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ എം എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം എം എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, കറണ്ട് എൻക്ലോസ്ഡ് ബൈ പാത്ത് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എം എം എഫിനുള്ള വാല്യൂ നമ്മൾ എഴുതി എന്ത്, എച്ച് എക്സ് ഇൻറ്റു 2πx ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എക്സ്. അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അത് ആംബിയർസ് ലോ പ്രകാരം ഇങ്ങനെയാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്, കാരണം ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ ഇൻഡക്റ്റൻസിലേക്ക് എടുക്കുക, വാല്യൂ എടുക്കുക എന്നുള്ളത് നോക്കാനാണ് ഈ ചെയ്യുന്നത്. ഓക്കെ, ദെർഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എച്ച് എക്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എച്ച് എക്സ് ഈസ് ഈക്വൽ ടു ഐ എക്സ് ബൈ 2πx. അതാണ് ഇത് എഴുതിയിരിക്കുന്നത്. ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് എ പോയിന്റ് എക്സ് മീറ്റേഴ്സ് ഫ്രം ദ സെൻറ്റർ ഈസ് ഗിവൺ ബൈ എച്ച് എക്സ് ഈസ് ഈക്വൽ ടു ഐ എക്സ് ബൈ 2πx. ഇനി അസ്യൂമിങ് എ യൂണിഫോം കറണ്ട് ഡെൻസിറ്റി, ഒരു യൂണിഫോം കറണ്ട് ഡെൻസിറ്റി ആണെങ്കിൽ ഐ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും പൈ എക്സ് സ്ക്വയർ ബൈ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഐ ഓർ എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഐ. അപ്പോൾ ഈ വാല്യൂ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഇപ്പോൾ പഠിച്ചു വെക്കുക. കറണ്ട് ഡെൻസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പൈ എക്സ് സ്ക്വയർ, അതായത് നമ്മളുടെ ഏരിയ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ ജസ്റ്റ് പഠിച്ചത്, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കില്ല. പൈ എക്സ് സ്ക്വയർ ബൈ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഐ, അതിൽ പൈയും വെട്ടിപ്പോയി എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഐ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എച്ച് എക്സ് ഈസ് ഈക്വൽ ടു എന്തായി, എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഐ ഇൻറ്റു 1/2πx. അതായത് കറണ്ട് ഐയുടെ ടേമിലോട്ട് കറണ്ട് ഡെൻസിറ്റി വെച്ചിട്ട് ഐയുടെ ഇതിലോട്ട് കൊണ്ടുവന്നാണ്. അപ്പോൾ ഇവിടെ എന്തായി, പൈ ബൈ 2πr സ്ക്വയർ ഇൻറ്റു ഐ എന്ന് വന്നു. സോറി, പൈ അല്ല, എക്സ് ബൈ 2πr സ്ക്വയർ ഇൻറ്റു ഐ എന്ന് വന്നു. ഓക്കെ, അപ്പോൾ എച്ച് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ 2πr സ്ക്വയർ ഇൻറ്റു ഐ ബൈ ആംബിയർ ടേൺസ് പെർ മീറ്റർ എന്ന് വന്നു. ഇനി നമ്മൾ ഫ്ലക്സ് ഡെൻസിറ്റിക്ക് വേണ്ടി നോക്കുക. അപ്പോൾ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പെർമിബിലിറ്റി ഓഫ് ദ കണ്ടക്ടർ പറഞ്ഞിട്ടുണ്ട്. μ0 μr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, μ0 μr, അതായത് μ0 μr നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി ബി എക്സ് പറഞ്ഞാൽ എന്താണ്, μ0 μr ഇൻറ്റു എച്ച് എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എക്സ് ഈസ് ഈക്വൽ ടു മ്യൂ എച്ച് എക്സ് ആണ്. ബി എക്സ് ഈസ് ഈക്വൽ ടു മ്യൂ. ഇതൊന്നും ജസ്റ്റ് എഴുതി പഠിച്ചാൽ നിങ്ങൾ ടെൻഷൻ ആവുന്നു വേണ്ട കേട്ടോ. അപ്പോൾ മ്യൂവിനെ നമുക്കറിയാം, ഇറ്റ് ഈസ് μ0 ഇൻറ്റു മ്യൂ ആർ അല്ലേ. മ്യൂ എന്താണ്, റിലേറ്റീവ് പെർമിബിലിറ്റി എന്നല്ലേ പറയാം. മ്യൂ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേറ്റീവ് പെർമിബിലിറ്റി ഓഫ് ദ കണ്ടക്ടറാണ്. μ0 പറഞ്ഞാൽ എന്താണ്, പെർമിബിലിറ്റി ഓഫ് ദി എയർ ആണ്. ഓക്കെ, അപ്പോൾ ബി എക്സ് ഈസ് ഈക്വൽ ടു μ0 μr ബൈ μ0 μr എച്ച് എക്സ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇത് ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിലോട്ട് അപ്ലൈ ചെയ്യും. അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായി, μ0 μr എക്സ് ബൈ 2πr സ്ക്വയർ ഇൻറ്റു ഐ, where μ0 x I by 2πr square web per meter square, where μr is equal to 1 for non-magnetic material μr 1 ആണെങ്കിൽ, സിൻസ് μr is equal to 1 for നമ്മളുടെ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അല്ലേ. അപ്പോൾ എന്താണ്, μ0 x by x into I by 2πr square Weber per meter square. Now flux d phi through a cylindrical shell of a radial thickness dx and axial length 1 meter, L meter is given by. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഡി ഫൈ എന്നുള്ള ഒരു ചെറിയൊരു ഫ്ലക്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഡി ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്, ബി എക്സ് ഇൻറ്റു എൽ ഇൻറ്റു ഡി എക്സ് ആണ് അല്ലേ. ബി എൽ ഡി എക്സ് അല്ലേ വരാറ്. അപ്പോൾ ഡി ഫൈ ഈസ് ഈക്വൽ ടു ബി എക്സ് ഇൻറ്റു എൽ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ പറയുന്ന ക്വാണ്ടിറ്റീനെ ബി എക്സ് ഇട്ടു ഇൻറ്റു എൽ ഇൻറ്റു ഡി എക്സ് ഇട്ടു. അപ്പോൾ നമ്മളിവിടെ ഈ എല്ലിന് നമ്മൾ 1 മീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 1 ആയി. പിന്നെ ഡി ഫൈ ഇസിക്കൽ ബി എക്സ് ഇൻറ്റു എൽ ഇൻറ്റു ഡി എക്സ് ആണ് വന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, μ0 എക്സ് ഐ എൽ ഇൻറ്റു 1 ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ഇവിടുത്തേതാണ് എഴുതുന്നത് കേട്ടോ, 2πr സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഇനി ഫ്ലക്സ് ലിങ്കേജ് വിത്ത് കറണ്ട് ഐ എക്സ് ഇസിക്കൽ ടു നമ്മൾ നേരത്തെ എഴുതി ഐ പൈ എക്സ് സ്ക്വയർ ബൈ പൈ ആർ സ്ക്വയർ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഈസ് ഓൺലി എന്താണ്, ഫ്ലക്സ് ലിങ്കേജസിന് എന്ത് ചെയ്തു, മീറ്റർ ലെങ്ത് ഓഫ് ദ കണ്ടക്ടറിന് ഡി സൈ ഈസിക്കൽ ടു ഈ ഐ എക്സ് ഇൻറ്റു ഡി ഫൈ ആണ്. ഡി ഫൈ അല്ല, ഡി സൈ ഈസിക്കൽ ടു ഐ എക്സ് ഇൻറ്റു ഡി ഫൈ ആണ്. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക, ഐ എക്സ് ഇൻറ്റു ഡി ഫൈ. അപ്പോൾ ഐ എക്സ് പറഞ്ഞാൽ എന്താണ്, പൈ ആർ സ്ക്വയർ ബൈ പൈ എക്സ് സ്ക്വയർ. ഓക്കെ, അത് ഇട്ടു. അപ്പോൾ എന്താണ്, ദാറ്റ് ഈസ് μ0 ഐ എക്സ് ക്യൂബ് ബൈ 2πr റേസ് ടു 4 ഡി എക്സ് വെബർ ടേൺസ് ആണ്. ദർഫോർ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം 0 to r, അതായത് ഇൻറ്റേർണലാണ്, സൈ ഇൻറ്റേർണൽ എന്നാണ്. 0 to r ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഈ വാല്യൂസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, ഡി സൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് μ0 ഐ എക്സ് സ്ക്വയർ 2πr റേസ് ടു 4 എന്ന് പറഞ്ഞു. അതെന്താണ്, μ0 ഐ ബൈ 2π എന്ന് വന്നു.
ഇതാണ് ഫ്ലക്സ് ലിങ്കേജസ് ഡ്യൂ ടു ഇൻറ്റേർണൽ. അപ്പോൾ ഈ സാധനങ്ങളൊന്നും ഇപ്പം നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഈ സൈ ഇൻറ്റേർണൽ എങ്ങനെ വന്നതെന്ന് ജസ്റ്റ് പറഞ്ഞാണ്. ഇത് നമുക്ക് എന്താണ് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ജസ്റ്റ് ഡയറക്റ്റ് ഇടാണ്ട് സൈ ഇൻറ്റേർണൽ എന്താണെന്നുള്ളത്. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് സൈ ഇൻറ്റേർണൽ = μ0I/8 എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഫ്ലക്സ് ലിങ്കേജസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫ്ലക്സ്, ദാറ്റ് ഈസ് നമ്മൾ ഇൻറ്റേർണലായിട്ട് വെച്ചു. ഇനി എന്താ പുറത്ത് ഒരു എക്സ് ഡിസ്റ്റൻസിലുള്ള എന്താണെന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫ്ലക്സ് എക്സ്റ്റെൻസ് ഫ്രം ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ ടു ഇൻഫിനിറ്റി, ഒരു ഇൻഫിനിറ്റിയിലേക്ക് വെച്ചു. എന്നിട്ട് നമ്മൾ ഈ ഫിഗറിനെ റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു എക്സ് മീറ്റേഴ്സ് ഔട്ട്സൈഡ് ദ കണ്ടക്ടർ നമ്മൾ HX = I/2πx എന്ന് പറഞ്ഞിട്ട് എഴുതി. ഫ്ലക്സ് ഡെൻസിറ്റി BX = μ0HX ആണ്. അപ്പോൾ എന്താണ് μ0I/2πx എഴുതി. Now flux d5 through a cylindrical shell of thickness dx and axial length 1 meter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d5 = bx × l × dx നേരത്തെ പോലെ എഴുതി. L-ന് 1 ആണ്, അപ്പോൾ bx × dx മതി. അപ്പോൾ ഇവിടുത്തെ μ0 bx എന്നാണ് μ0I/2πx × dx വെബേഴ്സ്. ഫ്ലക്സ് d5 ലിങ്ക്സ് ഓൾ ദ കറണ്ട് ഇൻ ദ കണ്ടക്ടർ വൺസ് ആൻഡ് ഓൺലി വൺസ്, ഒരു പ്രാവശ്യം ലിങ്ക് ചെയ്യുക. അപ്പോൾ ഫ്ലക്സ് ലിങ്കേജസ് d5 = d5, ദാറ്റ് ഈസ് ഇക്വൽ ടു d5 = this I × d5, ദാറ്റ് ഈസ് ഇക്വൽ ടു ഒറ്റ പ്രാവശ്യം ആയതുകൊണ്ട് എന്താണ് 1 × d5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇറ്റ് ഈസ് μ0I/2πx dx എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഫ്ലക്സ് ലിങ്കേജസ് ഓഫ് ദ കണ്ടക്ടർ ഫ്രം ദ സർഫസ് ഓഫ് ഇൻഫിനിറ്റി സൈ എക്സ്റ്റൻഷൻ = R, അതായത് നമ്മളുടെ ഇവിടുന്ന് R to ഇൻഫിനിറ്റി ആണ് വരിക അല്ലേ. ഈ ഇതിൻ്റെ ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് R കഴിഞ്ഞിട്ട് R to ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ R to ഇൻഫിനിറ്റി ആയിട്ട് എന്ത് ചെയ്തു, ഇതെടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതാണ് സൈ എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ ഫ്ലക്സ് ലിങ്കേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സൈ ഇൻറ്റേർണൽ പ്ലസ് സൈ എക്സ്റ്റേണൽ ആണ്. ദാറ്റ് ഈസ് μ0I/8π പ്ലസ് ഇൻ്റഗ്രൽ ഫ്രം R to ഇൻഫിനിറ്റി μ0I/2πx dx ആണ്. ഓർ വി ക്യാൻ സേ ദാറ്റ് ഈ μ0I/2π പുറത്തേക്ക് എടുത്തു 1/4π പ്ലസ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഈ ഒരൊറ്റ കേസ് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും പറഞ്ഞത് ഇതൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സൈ. ഇതെന്താ വെച്ചാൽ ഈ സൈ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൻ്റെ ഇൻഡക്റ്റൻസ് പറയുമ്പോൾ ഇൻറ്റേർണൽ ഫ്ലക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റ എന്താണ് പറയുക കണ്ടക്ടറിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഫ്ലക്സ് ലിങ്കേജസ് ഡ്യൂ ടു സിംഗിൾ കറണ്ട് കയറിങ് കണ്ടക്ടർ നോക്കും. അതുപോലെ ഫ്ലക്സ് ലിങ്കേജസ് ഡ്യൂ ടു എന്താ പറയുക പാരൽ കറണ്ട് കയറിങ്. അപ്പോൾ സിംഗിൾ കറണ്ട് കയറിങ് കണ്ടക്ടറിൽ ഈ ഒരു വാല്യൂ ഓർത്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറഞ്ഞത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എന്താ വെച്ചാൽ ഇത് എക്സാമിന് അങ്ങനെ ചോദിക്കില്ല, പക്ഷേ ഈ സാധനം അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഫ്ലക്സ് ലിങ്കേജസ് ഇൻ പാരലൽ കറണ്ട് കയറിങ് കണ്ടക്ടർ. ഇങ്ങനെ ഒരു പാരലൽ കറണ്ട് കയറിങ് കണ്ടക്ടർ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾക്ക് 3 കണ്ടക്ടേഴ്സ് ABC. ഓക്കെ, അപ്പോൾ അത് എന്താണ് IA, IB, IC പറഞ്ഞിട്ട് കറണ്ട് ക്യാരി ഉണ്ട്. ലെറ്റ് us കൺസിഡർ ദ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് 1 കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന് വെച്ചിട്ട് നമ്മൾ കണ്ടക്ടർ ചെയ്യുക, സേ കണ്ടക്ടർ എ വെച്ചിട്ട് ദർ വിൽ ബി ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ ഡ്യൂ ടു ഈ കണ്ടക്ടറിൻ്റെ കാരണം കൊണ്ട് എന്തുണ്ടാവും, ഒരു ഇറ്റ്സ് ഓൺ കറണ്ട് ഇതുണ്ടാവും. ദർ വിൽ ബി ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ ഡ്യൂ ടു ഈ കണ്ടക്ടർ എയിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമല്ലോ, അത് കാരണം കൊണ്ട് ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവുമല്ലോ. പിന്നെന്തുണ്ടാവും, ഡ്യൂ ടു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാരണം കൊണ്ട് IB, IC, ID അല്ലേ, ID എന്നുള്ള ഇതുണ്ടാവും. അങ്ങനെ ഉള്ള എല്ലാത്തിൻ്റെയും എഫക്റ്റ് ഉണ്ടാവും. സോ നൗ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഡിറ്റർമിൻ ചെയ്യാൻ പോകണം. എന്താണ്, നൗ ഡിറ്റർമിൻ ദ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ. Therefore ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ ഡ്യൂ ടു ഇറ്റ്സ് ഓൺ കറണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നേരത്തെ നമ്മൾ എഴുതിയ μ0IA/2π, അതായത് μ0I അല്ലേ നേരത്തെ എഴുതിയത്, ആ ഐക്ക് പകരം നമ്മളിവിടെ എന്ത് ചെയ്തു, I എഴുതി. μ0IA/2π × 1/4 പ്ലസ് ഇൻ്റഗ്രൽ ഫ്രം R to ഇൻഫിനിറ്റി dx/x. ഇതൊരു ഇക്വേഷൻ. ഇനി ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ ഡ്യൂ ടു കറണ്ട് IB മാത്രം കറണ്ട് വരുമ്പോൾ എന്താണ്, μ0IB/2π അതിവിടെ എഴുതി ഇൻറ്റു ഈ 1/4 ഇല്ല പ്ലസ് എന്താണ് അവിടുത്തെ ഡിസ്റ്റൻസ് എത്ര വരുന്നത്, ആറിന് പകരം D1 ആണ് വരുന്നത് അല്ലേ. എ വിത്ത് റെസ്പെക്റ്റ് ഇതാകുമ്പോൾ D1 അല്ലേ, അതാണ് ഈ എഴുതിയത് D1 to ഇൻഫിനിറ്റി dx/x. അപ്പോൾ അതേപോലെ ബാക്കിയുള്ളതും എഴുതാൻ പറ്റും. അപ്പോൾ ഫ്ലക്സ് ലിങ്കേജസ് കണ്ടക്ടർ എ ഡ്യൂ ടു കറണ്ട് IC ആണ് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, D2 ആണ്. നിങ്ങൾ ആ ഫിഗർ ഒന്ന് വരച്ച് വെക്കുക. IC കറണ്ട് കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ എന്ന് പറഞ്ഞാൽ അത് 3 ഇക്വേഷൻസും കൂടി ആഡ് ചെയ്യാം. μ0IA/2π × 1/4 പ്ലസ് μ0IB/2π × ഈ ഒരു ഇക്വേഷൻ എഴുതി വെക്കാം. ഓക്കെ, സിമിലർലി ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് അതർ കണ്ടക്ടേഴ്സ്, ഇതേപോലെ നമുക്ക് അതർ കണ്ടക്ടേഴ്സ് ക്യാൻ ബി ഡിറ്റർമിൻഡ്. എബവ് റിലേഷൻ പ്രൊവൈഡ്സ് ദ ബേസിസ് ഫോർ ഇവാലുവേറ്റിംഗ് ഇൻഡക്റ്റൻസ് ഓഫ് എനി സർക്യൂട്ട്. അതാ ഞാൻ പറയാം, ഒരു ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ
ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ. ഇതൊരു പാരലൽ കണ്ടക്ടർ ആണെങ്കിൽ ഇതാണ് വരിക. നേരത്തെ സൈ ഇൻറ്റേർണൽ പ്ലസ് സൈ എക്സ്റ്റേണൽ ആ വാല്യൂസ് ഒന്ന് എഴുതി പഠിക്കുക. അത് മാത്രം, ഇത് രണ്ടൊന്ന് എഴുതി പഠിച്ചാൽ ഇതാണ് നമ്മളുടെ ബേസായിട്ട് ഇൻഡക്റ്റൻസിലേക്ക് ഡയറക്റ്റ് ഇടാൻ പോണത്. ഓക്കെ, അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഇത് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്, ചോദിക്കാറില്ല. ഇതിൻ്റെ ഒറ്റ ആവശ്യം എന്താ വെച്ചാൽ, ഒന്ന് നേരത്തെ ഞാൻ ആ വട്ടിട്ട് കാണിച്ചിരുന്ന ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ, പിന്നെ 1 സെക്കൻഡ്, ടോട്ടൽ ഫ്ലക്സ് ലിങ്ക് വിത്ത് കണ്ടക്ടർ ടു വിത്ത് റെസ്പെക്ട് ടു അതേഴ്സും മറ്റെന്താണ്, അതായത് ഇത് പാരലൽ കണ്ടക്ടറിൽ മറ്റ് സിംഗിൾ കണ്ടക്ടറിലുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് പേടിക്കണ്ട, കാണുമ്പോൾ പെട്ടെന്ന് പേടിക്കണ്ട. ഈ ഇക്വേഷൻസ് ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും, ഡോണ്ട് വറി കേട്ടോ. ഈ ഇക്വേഷൻസ് കാണാപ്പാഠം പഠിക്കുക, ഈ 2 എണ്ണം. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 2 ഇക്വേഷൻസ് നന്നായി പഠിക്കുക. ഇത് പഠിച്ചിട്ട് നമുക്ക് എന്താണ്, ഈ 2 ഇക്വേഷൻസ് ഇപ്രാവശ്യം തന്നെ എഴുതി പഠിക്കുക. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്റ്റൻസ് ഈ 2 വാല്യൂസും ഡയറക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്, അത് ചിലപ്പോൾ ചോദിക്കും. അതേപോലെ 3 ഫേസ് സർക്യൂട്ടിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, അതും ചോദിക്കും. അപ്പോൾ ഈ 3 ഫേസിൻ്റെയും സിംഗിൾ ഫേസിൻ്റെയും ചിലപ്പോൾ ഒറ്റ ക്ലാസ്സിൽ തീരുമോ നോക്കാം, അല്ലെങ്കിൽ 2 ക്ലാസ്സായിട്ട് എടുക്കാം. പിന്നെ അതേപോലെ അതിൻ്റെ സിമെട്രിക്കൽ സ്പേസിങ്ങും അൺസിമെട്രിക്കൽ സ്പേസിങ്ങും ഉണ്ട്. അതേപോലെ കപ്പാസിറ്റൻസ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തിയറി പാർട്ട് തീരും, ഇതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ടൈപ്പ് തന്നെ വരുള്ളൂ, നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ.